ആത്മീയത്വത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം പറയുന്ന പ്രിൻസിപ്പിൾസ്, വ്യവസ്ഥകൾ അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിന് ദൈവത്തിൻ്റെതായ ചില വ്യവസ്ഥകളുണ്ട്. ഇവിടെ വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് ഒരു അമാലിക് ശക്തി പൊങ്ങി വരികയാണ്. അമാലിക് ശക്തിയുടെ നേരെ ആമേൻ പ്രാർത്ഥന ഉപയോഗിക്കാനായിട്ട് ആമേൻ മോശ കുന്നിൻ്റെ മുകളിൽ തയ്യാറാകുന്നു. 2, ആമേൻ കൈ ഉയർത്തിയിരിക്കുക എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ വെക്കുകയാണ്. കൈ ഉയർത്തിയിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, കൈ ഉയർത്തുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് അദൃശ്യ മേഖലകളെ ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരം, ലോകാധിപതികൾ, സ്വല്ലോങ്ങളുടെ ദുഷ്ടാത്മസേനകൾ, ആമേൻ ആത്മീകമായ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയും. അത് നമ്മൾ ചെയ്യണം. ചില പ്രിൻസിപ്പിളുണ്ട് ദൈവത്തിന്. മോശ കരം ഉയർത്തിയിരിക്കുമ്പോൾ അമാലിക് ശക്തികൾ പരാജയപ്പെട്ടിരിക്കും. ഇത് പ്രാർത്ഥനയാണ് കാണിക്കുന്നെങ്കിലും ആമേൻ ദൈവത്തിന് ഒരു വ്യവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ദൈവമക്കളെ? അതനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ മോശയുടെ കരം പതുക്കെ താഴാൻ തുടങ്ങി. താഴെ ഒരു യുദ്ധം നടക്കുകയാണ്. ഇത് ആത്മയുദ്ധമാണ്. താഴ്വര യുദ്ധത്തിൽ അമാലിക് ശക്തികൾ പതുക്കെ ജയിച്ചു കയറാൻ തുടങ്ങുകയാണ്. പക്ഷേ അപ്പുറം ഇപ്പുറം നിന്ന് കൈ താങ്ങുന്ന 2 പേരെ നിങ്ങളൊന്ന് കണ്ടേ, അഹരോനും ഹൂരും. യെസ്, ദൈവവേല എന്ന് പറഞ്ഞ ഏതെങ്കിലും ദേവദാസന്മാരുടെ മാത്രമല്ല, അത് കൂട്ടായിട്ടുള്ളതാണ്. നീ ഒരു അഹരോനാണോ? നീ ഒരു ഹൂരാണോ കുഞ്ഞെ? കൈ താങ്ങാൻ ദൈവത്തിനെ വിളിച്ചേക്കുക. ആ കൈ താഴരുത് കേട്ടോ. നിങ്ങളുടെ ദൈവദാസൻ്റെ കൈ താഴരുത്. അദ്ദേഹത്തിന് ചിലപ്പോൾ കുറവുകളൊക്കെ കാണുമായിരിക്കും. നോ, വിട്ടേരും. പക്ഷെ കർത്തൃവേലയ്ക്ക് നമ്മൾ കൈത്താങ്ങൽ കൊടുക്കണം. പണം കൊണ്ട് കൈത്താങ്ങാൻ പറ്റുമോ? ചെയ്യണം. ആരോഗ്യം കൊണ്ട് കൈത്താങ്ങാൻ പറ്റുമോ? ചെയ്തോണം. സമയം ഉപയോഗിക്കാൻ പറ്റുമോ? ചെയ്യണമെന്നേ. നിശ്ചയമായിട്ട് തലമുറകൾക്ക് അത് അനുഗ്രഹം കേട്ടോ. അവരനുഭൂരും കൈ താങ്ങിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? പിന്തുടരാൻ അമാലിക് ശക്തികൾക്ക് പിന്നെ കഴിഞ്ഞില്ല. അമാലിക് ശക്തികൾ പിന്നെ പിന്തുടരാൻ പറ്റിയില്ല. കാരണം ദൈവം ചില കട്ട് ചെയ്യുക. പ്രിയ ദൈവത്തിലെ, നീ കരമുയർത്താൻ തയ്യാറായ, നിന്നോടൊപ്പം അഹരോനും ഹൂര് കൈ താങ്ങാൻ തയ്യാറായ ചിലതിനെ ദൈവം എന്നേക്കുമായി കട്ട് ചെയ്യും. എന്നേക്കുമായി ദൈവം കട്ട് ചെയ്യും. അത് പിന്നെ പിന്തുടരത്തില്ല. ആ രോഗം ഇനി പിന്തുടരത്തില്ല. ആ കടഭാരം ഇനി പിന്തുടരത്തില്ല. ആ പൈശാചിക മണ്ഡലങ്ങൾ, നിന്റെ നന്മകൾക്കെതിരായിട്ട് നിൽക്കുന്ന ഇരുട്ടിനെ മണ്ഡലം ഇനി പിന്തുടരത്തില്ല. ഇല്ല 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 ഇല്ല. ആ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇടപെട്ട ദൈവദൂതിൻ്റെ മുമ്പിൽ ഒരുമിച്ച് സമർപ്പിക്കുകയും താഴ്ത്തുകയും ചെയ്യും. യെസ്, ആത്മീയത്തിൻ്റെ ഒരു ആഴമേറിയൊരു ഭാഗം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്ന ഒരു ആത്മീയത്തിന് വേണ്ടിയാണെന്ന്, ആ ആത്മീയത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി റോളുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ വചനം ഏറ്റെടുക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.